ഡെൽവിന് പിടിച്ചു ഒരു ചങ്ങായി പോയി പുള്ളി പോയി പേടിച്ചു പോയി. ഹലോ മൈ ഗൈസ്, ഞാൻ കുളിക്കാത്തോണ്ട് പലർക്കും പരാതി ഉണ്ട്. അപ്പൊ കുളിക്കാൻ വേണ്ടി കുളിമുറി പോയപ്പോൾ ഇതാ കണ്ടത്. ഇത് ഫിറ്റ് ചെയ്ത പ്ലംബറോട് ചോദിച്ചപ്പോൾ അമേരിക്കൻ സ്റ്റൈലാണ്. അപ്പുറത്തെ കുളിമുറിന് കുളിക്കാൻ വിചാരിച്ച് പോയപ്പോൾ ഇതിലാറ് കസ്റ്റനോടെ കുളിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പണി കിട്ടി. ഇന്ന് ബുധനാഴ്ചയാണ് ഹോസ്റ്റലിൽ ചിക്കൻ 60 പേർക്കുള്ള ചിക്കനാണ്. നല്ല വെയിറ്റ് ഉണ്ട്. അത് നേരെ രാജ്യത്തിന് കൊണ്ട് കൊടുത്തു. നമുക്കാണ് ഇന്ന് പുറത്ത് പോകാണ്. അപ്പൊ വേഗം ചെയ്യുന്ന ഡ്രസ്സ് മാറ്റി നേരെ ബസ് സ്റ്റോപ്പ് അവിടുന്ന് ബസ്സും കയറി നേരെ താഴ്ചയിൽ എത്തി. റെയിൽവേ സ്റ്റേഷൻ പോകുമ്പോൾ ഈ ഓർബിഡിച്ച് കിടക്കണം. ഓർബിഡിച്ച് കിടക്കുമ്പോൾ ഒരു ചേച്ചി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എപ്പോഴും പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെയും കൊടുക്കും. എന്തായാലും ഇങ്ങനെ കൊടുക്കും, മനസ്സിന് സമാധാനം. നമ്മള് ഉള്ളത് വെച്ച് സഹായിക്കണം. സ്റ്റേഷനിൽ ആദ്യം ടിക്കറ്റ് എടുത്തു, പിന്നെ ഒരു ചായം കുടിച്ചു. ചായം കുടിച്ചപ്പോൾ നീണ്ട ഒരു കാത്തിരിപ്പുണ്ട് ട്രെയിൻ വരാൻ. എനിക്കാണ് ബോറടിച്ച് ഓർക്കാൻ തോന്നി. ഇയാൾക്കാണെങ്കിൽ സ്നാപ്പിൽ കുട്ടിയാക്കി റീപ്പ് കൊടുത്തിട്ട് ഒഴിവില്ല. ഫൈനൽ നമ്മൾ കാത്തിരിപ്പ് അവസാനിച്ച് നമ്മൾ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറിയപ്പോൾ തൈനോസിന് പോകാനുണ്ട്. തൈനോസ് ഗൗൺലെറ്റിലാണ് മണി ധരിച്ചത്. ഇയാളാണെങ്കിൽ മോതിരാക്കിട്ട് 5 പേരിലിട്ടു. ഇയാൾക്ക് അങ്ങനെ കാക്കൂസിൽ പോയല്ല. ഇപ്പൊ ട്രെയിനിൽ എത്ര സീറ്റ് ബാക്കിണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടുത്തെ കാറ്റ് കൊണ്ടിരിക്കുമ്പോൾ വേറെ ഫീലാണ്. അങ്ങനെ നമ്മൾ വടകര എത്തി. അവിടെ കുറച്ച് ഇരുന്ന് അവിടെ ഒടുക്കത്ത് വെയിലും ഒരു കുട ഉണ്ടായിരുന്നു. അതും ചൂടി നമ്മൾ നേരെ പോയപ്പോൾ വീട് കണ്ടു. വീടാണ് പാവക്കുട്ടി വിൽക്കുന്ന ഷോപ്പാണ്. ആലോചിച്ചു. അവിടുന്ന് ബസ് കയറി നേരെ മാടപ്പള്ളി കോളേജിൽ പോയി. അവിടെ എത്തിയപ്പോൾ ഈ പുള്ളിക്കാരൻ എല്ലാവർക്കും ബിയർ കൊടുക്കും. കോളേജിൽ നടക്കുമ്പോഴാണ് മാലാകുട്ടികളെ മുന്നിൽ നടന്നു പോകുന്നത്. ഇത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നഴ്സറിക്ക് എത്തിയോ. കോളേജിന്റെ ഉള്ളിൽ കയറി കാണേണ്ട ആളെ കണ്ടു. എല്ലാം കഴിഞ്ഞ് കുറച്ച് കളക്ഷൻ എടുക്കാൻ വിചാരിച്ച ഒരു മനുഷ്യനില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ബസ്സും കയറി പോകും. ബസ് കയറിയപ്പോൾ ഈ ചായം പോയിട്ട് റഷീദ് ഖാൻ എടുത്തിരുന്നു. റഷീദ് ഖാൻ പിന്നെ വെറുതെ ഇരിക്കില്ല, കയറി തുടങ്ങാൻ പിടിച്ചു. അപ്പൊ തന്നെ നമ്മൾ കൊടുക്കേണ്ടത് പോലെ കൊടുത്തു. എന്തോ കഷ്ടം കാലം കൊണ്ട് വീഡിയോ എടുക്കാൻ. അത് കഴിഞ്ഞ് പള്ളൊക്കെ വിശക്കാൻ തുടങ്ങി. അപ്പൊ നേരെ നമ്മൾ ഹോട്ടലിൽ റെസ്റ്റോറന്റ് ആണെങ്കിൽ കണ്ണും കാണില്ല മാറിയ. ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും പിന്നെ പൊറാട്ടയും ഓർഡർ ആക്കി. സത്യമല്ല ഒന്നിനും കൊള്ളൂല. വയറെന്ന് അറിഞ്ഞു, പക്ഷെ മനസ്സിന് അറിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ ബിരിയാണി പാക്ക് ആക്കി നേരെ നമ്മൾ ട്രെയിനിൽ കയറി. കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ കയറി വരുന്നത്. പാവല് വെച്ച് നമ്മൾ കൈ കൊണ്ട് വാരി കൊടുത്തു. ലോക്കൽ ട്രെയിനായോണ്ട് എല്ലാ സ്റ്റേഷനിലും നിർത്തിയാണ് പോകുന്നത്. കോളേജിൽ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾ മട്ടന്നൂറിന് വായി നോക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഗായ്സ് ഇന്ന് ഇത്രയുള്ളൂ, ബാക്കി നാളെ.